ഹലോ ഗൈസ്, നമ്മളിന്ന് പോയത് ജാഗ്രയ്ക്കാട്ടോ. ദുബൈയിലാണ് ജാഗ്രി. അങ്ങോട്ട് പോയി കഴിഞ്ഞാല് നല്ല രസമുണ്ട്. അവിടെ പലതരം പാവക്കുട്ടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രല്ല, ഒരു ഗെയിം കളിച്ചിട്ടാണ് അവിടെ നിൽക്കണ്ടേ. അതിന്റെ സൈഡ് നമ്മളെപ്പോഴും റൈറ്റ് സൈഡിലുള്ള മാത്രം എടുക്കണം ഗൈസ്, എന്നാലേ കിട്ടുള്ളൂ. പിന്നെ അത് ട്രൈ ചെയ്യാൻ നോക്കി, അപ്പൊ അത് കിട്ടി ഗൈസ്. ഇതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും റൈറ്റ് സൈഡിലുള്ള മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഈ ഏതോടെ എടുത്തോ കുഴപ്പമില്ല, ഞാൻ എപ്പോഴും റൈറ്റ് സൈഡിലുള്ള എടുക്കാം. ഒരു പട്ടം പോയതാ, ഞങ്ങൾക്ക് 9 കിട്ടി. അതാണ് ഈ കാണുന്നത്. കണ്ടോ ഒരെണ്ണം കിട്ടി ഗൈസ്. ഫസ്റ്റ് ട്രൈ. ഓക്കെ, ഫസ്റ്റ് ട്രൈയിൽ ഒരെണ്ണം കിട്ടി. ഇനി നമുക്ക് അടുത്ത ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇത് കിട്ടോ ഇല്ലേ നമുക്ക് കണ്ടറിയാം ഗൈസ്. പിന്നെ നമുക്ക് 2 മിസ്സായി പോയി, അത് ഞാൻ പറയാം. ഇത് കിട്ടിയില്ല ഗൈസ്, അതാണ് ഇപ്പൊ ഉണ്ടായത്. നിങ്ങൾ കണ്ടാൽ ഞാൻ മനസ്സിലാവും ഇത് കിട്ടിയില്ല അത്. ഓക്കെ, അത് പോട്ടെ, ഞാൻ കാണിച്ചു തരാം ഗൈസ് എങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരാം. ഇതും ഫ്ലോപ്പ് ആയിട്ടോ, ഇത് കണ്ടോളൂ. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു വേണം എടുക്കാൻ, അല്ലെങ്കിൽ മൊത്തം ഫ്ലോപ്പ് ആയി പോകും ഗൈസ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിട്ടോ, പക്ഷെ അത് കിട്ടിയില്ല. കണ്ടോ ഗൈസ്, പകരം എത്തി. അപ്പത്തേക്കും ജസ്റ്റ് മിസ്സിനാണ് ഗൈസ് പോയത്. അപ്പൊ ഞാൻ അടുത്ത ട്രൈ ചെയ്തൊക്കെ, ഞാനല്ല ട്രൈ ചെയ്യുന്നത്, ഞാനല്ല കേട്ടോ ട്രൈ ചെയ്യുന്നത്, സിയാസിബൻ ട്രൈ ചെയ്യുന്നത്. കിട്ടോ ഇല്ലയോ നമുക്കറിയാം. ഓക്കെ, ഇത് കിട്ടോ കിട്ടി ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? കിട്ടി. ഇത് നമുക്ക് അടുത്ത് ഞാനാട്ടോ ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കണ്ടറിയാം ഇത് കിട്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, പിന്നെ ഗൈസ് ഞാൻ കുനിഞ്ഞു വന്നു, അത് കിട്ടി. ഇപ്പൊ ഞങ്ങൾക്ക് ടോട്ടൽ 3 ഗൈസ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പിന്നെ അടുത്ത ട്രൈ ചെയ്യാൻ നോക്കി, പക്ഷേ അത് കിട്ടിയില്ല. ഓക്കെ, നമുക്കത് നോക്കാം. ഓക്കെ. പിന്നെ ഇപ്പുറത്തും കൊണ്ട് കുറെ പാവക്കുട്ടികൾ കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നെ ഇതാ നോക്കാൻ വേണ്ടി നിന്നു, പക്ഷെ ഇതും ഫ്ലോപ്പ് ആയി പോയി. അത് ഞാനല്ല കേട്ടോ ചെയ്തത്, ചാച്ചിയാണ് ചെയ്തത്. ആർക്കും ചെയ്യാൻ പറ്റില്ല ഗേസ്, എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതും കൂടി കണ്ടാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം തൃപ്തി ആയിക്കോളും. ഓക്കെ, ഇത് കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിയാവും ഗേസ്. എനിക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിനപ്പുറം ചാടിക്കുന്നവനാണ് എന്തോ ഗേസ്. പക്ഷെ ഞാൻ മാത്രം ഫ്ലോപ്പ് ആക്കി കളഞ്ഞു. അപ്പോ ഞാന് അടുത്ത ഇത് വാപ്പയുണ്ടോ ചെയ്തത്, വാപ്പാക്ക് കിട്ടിയ നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോ ഞാനിത് കിട്ടോ ഇല്ലേന്ന് നോക്കട്ടെ കേട്ടോ. ഇത് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇവർ നമർത്താല്ലേ. ഓക്കെ, വാപ്പ ഇവർ നമർത്തിക്കൊന്ന് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ. വാപ്പ ആറ്റത്താണ് ട്രൈ ചെയ്തത്, പക്ഷെ അത് കിട്ടിയില്ല. ഓക്കെ, അതിന്റെ ശേഷം ട്രൈ ചെയ്ത് താത്തല്ല ട്രൈ ചെയ്തു. ഓക്കെ, അത് കിട്ടും. ചാച്ചിയാണ് കേട്ടോ ട്രൈ ചെയ്തത്. അപ്പൊ നമുക്കത് കിട്ടോ ഇല്ല എന്ന് കണ്ടറിയാം. ഓക്കെ, ജസ്റ്റ് മിസ്സിന് ഫ്ലോപ്പ് ആയി പോയി. ഓക്കെ, അതിന്റെ ശേഷം ഞാൻ ട്രൈ ചെയ്തു, അത് കിട്ടി. എന്തോ ഇതാണ് കിട്ടിയത്. ഓക്കെ, അതിന് ശേഷം ഞാൻ ഇത് ട്രൈ ചെയ്യുന്നു. ചാച്ചിക്ക് ഇത് കിട്ടിയില്ല, ഇത് കിട്ടുമോ നോക്കാം. ഓക്കെ, ഇതിനപ്പുറം ചാടിക്കടന്നവനായി കെ ജോസഫ്. ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് കെ ജോസഫ്. താറാവ് എടുക്കണം എന്നുണ്ടായിരുന്നു, താറാവിനെ. ഓക്കെ, പക്ഷെ അത് കിട്ടിയില്ല. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, ഞാനത് കുറെ തവണ ട്രൈ ചെയ്തു, അതൊന്നും കിട്ടിയില്ല ഗേസ്. ഓക്കെ, പക്ഷെ ഓക്കെ പറയണ്ടല്ലേ.
ഇനി ഇത് ട്രൈ ചെയ്തു, അതും കിട്ടിയില്ല. പിന്നെ മൊത്തമൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു ഞാൻ പറയുന്നില്ല. ഓക്കെ, പിന്നെ കുറേയൊക്കെ ഫ്ലോപ്പായി പോയി. ഇത് സിയാദുച്ചിപ്പോൾ ട്രൈ ചെയ്തു, സിയാദുച്ചിപ്പോൾ ഇതും കിട്ടിയില്ല, അതും പോയി. ഇതിന് പിടുത്തം കിട്ടില്ല ഗീസ്, അതാണ്. വീണ്ടും ട്രൈ ചെയ്തു, കണ്ടു അവിടെ ഞാൻ വീണ്ടും ട്രൈ ചെയ്തു, പക്ഷെ അതും കിട്ടിയില്ല. ഓക്കെ, അതിന് ഞങ്ങൾ വീണ്ടും ഇത് ട്രൈ ചെയ്യാൻ പോയി. ഓക്കെ, വീണ്ടും ട്രൈ ചെയ്യാൻ പോയി. ഇത് കിട്ടുന്നായിരുന്നു എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ, നമുക്ക് എന്തായാലും കണ്ടറിയാൻ കിട്ടില്ലയോ എന്ന്. ഇത് ഞാനല്ല ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ നെക്കാണ്ട് തന്നെത്താനെ അത് ഓട്ടോമാറ്റിക്കലി പോകും. നമ്മളതിൻ്റെ നേരക്ക് ഇത് മാച്ച് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. അങ്ങനെയൊക്കെ നമ്മൾക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനിത് ട്രൈ ചെയ്യാൻ പോയി. ഈ ഉണ്ടക്കണ്ണപ്പൻ ഞാനാണ് കേട്ടോ ഇത് മൊത്തം ചെയ്തത്. അപ്പറം ചാടിക്കറന്നവൻ തന്നെ. അപ്പൊ എന്തായാലും നിങ്ങൾക്കറിയാലോ, കിട്ടി ഗൈസ്, ആർക്കും കിട്ടാല്ല, എനിക്ക് മാത്രം കിട്ടി. തോൽവിയിൽ നിന്നാണ് വിജയം. ഇപ്പൊ ടോട്ടൽ ആൾക്ക് കൊറേ കിട്ടിട്ടാ, കൊറേ കിട്ടി. ഉണ്ടക്കണ്ണപ്പൻ മൂക്ക്. അങ്ങനെ ഞാൻ വീണ്ടും ട്രൈ ചെയ്യാൻ നോക്കി. അവിടെ വേറെ ഒരാൾ വന്നിട്ട് വീണ്ടും അവിടെ ഞാൻ വെച്ചിട്ടു അവസാനം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും നോക്കാൻ വേണ്ടി ചെയ്തു. പക്ഷെ അത് കിട്ടി. അങ്ങനെ നമ്മൾ അതും വെച്ചു കേട്ടോ. ഓക്കെ, ഞാൻ വീണ്ടും ആ ആക്സിഡന്റ് കാണിക്കാൻ വേണ്ടി നിങ്ങളോട് ഇങ്ങനെ ആക്കി. അതാണ് ഈ ഗന്ത്. അതിന് ശേഷം ഞങ്ങൾ ഈ ബാഗ് ട്രൈ ചെയ്തു. ബാഗ് കിട്ടിക്കഴിഞ്ഞാൽ പൊളിയാകുമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ ഞാൻ ബാഗ് ട്രൈ ചെയ്തപ്പോൾ അത് കിട്ടിയില്ല. അതിന് ശേഷം ഞാൻ അടുത്തത് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ഞാനല്ല ട്രൈ ചെയ്യുന്നത്, ഇത് വാപ്പയാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ മുടി നിങ്ങൾക്കത് കാണുന്നില്ല. ഓക്കെ, ഞാൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് നീക്കം, അങ്ങോട്ട് നീക്ക്, മറ്റേത് നീക്കം, മറിച്ചത് നീക്കോ. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് കിട്ടിയില്ല, അതും ഫ്ലോപ്പായി പോയി. അതിന് ശേഷം ഇത് എടുക്കണമെന്ന് താത്താക്ക് ബൂതി. പിന്നെ ഞാൻ ചെയ്തു, ഞാൻ എടുക്കാൻ നോക്കി, പക്ഷെ അത് കിട്ടിയില്ല. ഓക്കെ, അത് പോട്ടെ എന്ന് കരുതി ഞങ്ങൾ അടുത്തത് താത്തയും മറ്റോ ട്രൈ ചെയ്തു. ഓക്കെ, ആ ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ആരോ ട്രൈ ചെയ്തു. ഉമ്മ ട്രൈ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോഴാണ് ഓർമ്മ വന്നത്, താത്തയാണ് ട്രൈ ചെയ്തത്. ഇപ്പം ഞാൻ വീണ്ടും ഈ മോങ്ങാപ്പനെ ട്രൈ ചെയ്യാൻ പോയി. വീണ്ടും വരുന്നെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാവൂലേ. ഞാൻ നിങ്ങളെ വട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും നിങ്ങളത് കാണിക്കണ കേസ്. നിങ്ങളിത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഇവിടെ വെച്ച് കാണിക്കില്ല. ഇത് കിട്ടി, പക്ഷെ ഓക്കെ, ഞാൻ വീണ്ടും ആക്സിഡന്റ് ഇരുന്ന കണ്ടോട്ടോ. കണ്ട. ഓക്കെ, വീണ്ടും ഞങ്ങളിത് ട്രൈ ചെയ്തു. അവർ ഈ സൈഡിലേക്ക് കൂർന്ന് വെക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, ആ ഇനത്തിൽ തന്നെ ആ രീതിയിൽ തന്നെ നോക്കും, പക്ഷെ അത് കിട്ടൂല, അതാണ് ഉണ്ടാവുക. ഞങ്ങൾ വീണ്ടും ഇത് ട്രൈ ചെയ്തു. ഓക്കെ, ബൈ. എന്ന് ഞാൻ ഇപ്പം പറയുന്നത് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഞാൻ തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ കരുതണ്ട, നിങ്ങളെ ഞാൻ തോന്നിപ്പിക്കില്ല. ഞാൻ നിങ്ങളെ വട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയും എന്ന് ഞാൻ പറയൂല. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവോ? അറിയൂല. അള്ളാഹ്ക്കറിയാം. ഓക്കെ, വീണ്ടും താത്താക്ക് ഇത് വേണമെന്ന് പറഞ്ഞു. വാശി പിടിക്കന്നെ, വാശി തന്നെ, വാശി ഒലക്കേത്ത വാശിയാണ്, വാശി. ഞാൻ കുറച്ചിന് മിണ്ടാടിയിരുന്നു, നിങ്ങൾ കാര്യം കണ്ട. ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി. ബ്ലൂ കളർ പക്ഷി. ഓക്കെ, അത് കിട്ടിയില്ല. അതിൻ്റെ ശേഷം ഞാൻ വീണ്ടും ഈ ചെറിയ പാവക്കുട്ടിയില്ലേ, ഈ പാവക്കുട്ടി എന്നോട് തന്നെ ട്രൈ ചെയ്യാൻ പറയുന്നു എല്ലാവരും, കാരണം ഞാൻ ചെയ്താലല്ലേ ഇത് കിട്ടുള്ളൂ. വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കി. അത് കിട്ടില്ല, നിങ്ങൾ തന്നെ പറയുക. ഓക്കെ, ഓക്കെ 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 കിട്ടോ അത് കിട്ടി.
എത്രാമത്തെ കേസ് അങ്ങനെ ചാറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കി. നമുക്ക് കിട്ടുമില്ല എന്ന് കണ്ടറിയാൻ കിട്ടുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം അത് നല്ല തുമ്പത്താണ് കേസ്. അത് വലിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടുന്ന സമയമാണ് അത്. നമുക്ക് എന്തായാലും നോക്കാം. ഭാഗ്യമില്ല എങ്കിൽ കിട്ടൂല, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. കിട്ടി ഗൈസ്. കണ്ടോ, ഞങ്ങൾ കൊട്ട നിറച്ചു അത് ഈ ഭാഗ്യന് ഭാഗ്യം. അങ്ങനെ വാപ്പ വീണ്ടും ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കി. ഈ സാധനം കേട്ടോ, ഒരു ഉണ്ട മാറ്റിയിരിക്കുന്ന സാധനം. പിന്നെ ഇവിടെ അറബീസ് ഒക്കെ വന്നിട്ട് ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അത് ട്രൈ ചെയ്തോണ്ട് തന്നെ ഇരിക്കുകയാണ് ഗൈസ്. അത് മിസ്സായിപ്പോയി. ഓക്കെ, അങ്ങനെ എത്രക്ക് അധികം സാധനങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടോ. ജാഗരി എന്ന് പറഞ്ഞാൽ ഇത് അടിപൊളി സാധനമാണ്. ഞാൻ അത് ബാഗ് വായിച്ച് സാധനം വരുന്നു. പിന്നെ അത് മാത്രമല്ല, അവിടെ കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാവരും വരിക, കാണുക. കണ്ടോ കണ്ടോ കണ്ടോ. അത് മാത്രമല്ല, ഇവിടെ കുറെ പോയിന്റ്സ് ഉണ്ടോ, 10 പോയിന്റ്, 5 പോയിന്റ്. നമ്മൾ എത്ര പാവക്കുട്ടികൾ എടുക്കണോ അതിനൊക്കെ ഓരോരോ പോയിന്റ് ആയിട്ടാണ് നമുക്ക് ആ പോയിന്റ് വെച്ചിട്ട് ഈ വലുതും ഒക്കെ വാങ്ങാൻ. ഞാൻ വലുതൊന്നും വാങ്ങിയില്ല കേസ്, ഒക്കെ ചെറുതന്നെ മതി എന്ന് പറഞ്ഞു. ഇത്രക്കധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ കം ഓൺ ദുബായിലാണ്. മാപ്പിൽ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ഏതോ സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ജാഗ്രതയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ ജാഗ്രതയ്ക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ പല പല ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് തന്നെ ഞാൻ വീണ്ടും വരും. ബൈ ആൻഡ് അപ്പോ ഞാൻ പറഞ്ഞതിനെ വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ കാര്യട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് അതുവരെ ഈ വീഡിയോ കണ്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.